സന്ദീപ് വാര്യരുടെ വരവ് അറിഞ്ഞത് ടിവിയിലൂടെ. താൻ അറിയപ്പെടുന്ന കോൺഗ്രസുകാരൻ അല്ലല്ലോ എന്ന് കെ മുരളീധരൻ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ വീണ്ടും മുനവച്ച വാക്കുകളുമായി കെ മുരളീധരൻ. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിലും പാലക്കാട് തങ്ങൾ ജയിക്കുമെന്നും അദ്ദേഹത്തിന്റെ വരവിനെ എതിർത്തത് 2 കാരണങ്ങൾ കൊണ്ടാണെന്നും മുരളീധരൻ പറഞ്ഞു. താൻ അറിയപ്പെടുന്ന കോൺഗ്രസുകാരനൊന്നും അല്ലെന്നും ഒരു എളിയ പാർട്ടി പ്രവർത്തകനാണെന്നും അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ വരവറിഞ്ഞത് ചാനലിലൂടെയെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. സന്ദീപ് വാര്യരുടെ വരവ് ടിവിയിലൂടെയാണ് അറിഞ്ഞതെന്നും സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാലും താൻ സ്വാഗതം ചെയ്യുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് ജനാധിപത്യത്തിൽ പതിവുള്ളതാണ്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നാളെ ഇനി സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാലും ഞാൻ സ്വാഗതം ചെയ്യും. BJPയിൽ നിന്ന് ചില കൗൺസിലർമാർ വരുന്നുവെന്ന് വാർത്തയുണ്ട്. അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 എതിരഭിപ്രായം മാത്രമേ ഉള്ളൂ. 1, അദ്ദേഹം ഗാന്ധി വധത്തെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചു. വിമർശനം 2 തരത്തിലുണ്ട്. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും വിമർശിക്കാം. സുരേന്ദ്രനെ പറ്റി സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം നടത്തിയത് രാഷ്ട്രീയപരമായ വിമർശനമാണ്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയെ പറ്റി അദ്ദേഹം പറഞ്ഞത് അതല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ മുതൽ സന്ദീപ് വാര്യർ കോൺഗ്രസുകാരനായി. ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതു മുതൽ അദ്ദേഹം UDF കാരനുമായി. ഇനി അതിൽ തുടർ ചർച്ചകളില്ല എന്നും അദ്ദേഹം പറഞ്ഞു.